എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കൂടെ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ഷാജി, ഇപ്പോൾ പാലിക്കരയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടച്ചിട്ട ടോൾ പ്ലാസ തുറക്കുമ്പോൾ എന്തായാലും അതിലെ യാത്ര ചെയ്യുന്ന ആളുകളുടെ കീശ കീറുമെന്ന് ഉറപ്പാണ്. അതിനിടയിൽ തന്നെയാണ് വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, ഗതാഗത കുരുക്കും ചെറിയ ചെറിയ അപകടങ്ങളെല്ലാം വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച. ഇപ്പോൾ നിലവിൽ കോടതി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം സ്വാഗതാർഹം തന്നെയാണ്. ജനവികാരത്തിനൊപ്പമാണ് കോടതി എന്ന് വ്യക്തമാവുകയല്ലേ ഇതിലൂടെ? ഒരു സംശയമില്ല. കോടതി ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞു, ജനങ്ങളുടെയും യാത്രക്കാരുടെയും കോടതിയിലെയും കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പണി നടത്തിയിട്ട് ടോൾ പിരിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ റോഡ് കോൺഗ്രസും പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് വേണം സർവീസ് റോഡും കാര്യങ്ങളൊക്കെ പണിക്കാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളോടും യാത്രക്കാരോടും മാത്രമാണ് കോടതിക്ക് പ്രതിബദ്ധത എന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് കോടതി ഇന്ന് കയറിയ വഴിക്ക് തന്നെ കോടതി ചോദിച്ചത്, എന്തായി മറ്റേ ഈ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സർവീസ് റോഡിലെ ഒരു ഗർത്തത്തിനെ കുറിച്ചാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ ആ ഗർത്തത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇവർക്ക് കൃത്യമായിട്ട് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു നടപടി ചെയ്തിട്ടില്ല. അവരിത് ഒരു തട്ടിക്കൂട്ട് പണി ചെയ്തിട്ട് എങ്ങനെയാലും ടോൾ പിരിക്കാം എന്നുള്ള അവരുടെ താല്പര്യം കോടതി ഇന്ന് തടയിടുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ കോടതിയിൽ കഴിഞ്ഞ തവണ പറഞ്ഞത്, ഏതെങ്കിലും രീതിയിൽ കളക്ടറെയോ എക്സ്പെർട്ട് കമ്മിറ്റിയോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് 50% മാത്രമേ ടോളിന് അർഹതയുള്ളൂ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ 4 വെഹിക്കുലർ അണ്ടർ പാസേജിന്റെ പണിയാണ് നടക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഗതാഗതം വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കില്ല. വളരെ സ്ലോ ആയിട്ടാണ് പോകാൻ സാധിക്കുള്ള. സർവീസ് റോഡിലൂടെയാണ്, ഒരു 10 കിലോമീറ്റർ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. കൂടാതെ കൊരട്ടി VUPയുടെ പണി കൂടി ആരംഭിക്കുമ്പോൾ ഭയങ്കരമായ ഗതാഗത കുരുക്ക് വരും. ഇപ്പൊ എല്ലാ സ്ഥലത്തും അണ്ടർ പാസേജിന്റെ പണി മാത്രമേ കഴിഞ്ഞുള്ളൂ. അതിനോട് ബന്ധപ്പെട്ട റോഡിന്റെ പണി വരുമ്പോ ചുരുങ്ങിയതൊരു വലിയ ദൂരത്തിൽ സർവീസ് റോഡിലൂടെ ഗതാഗതം കൊണ്ടുവരും. അപ്പൊ നമ്മൾ ഈ ഒറ്റവരി ഗതാഗതം ചെയ്യുകയും ഫുൾ ടോൾ കൊടുക്കുകയും ചെയ്യുന്നത് ഒരു രീതിയിൽ ന്യായീകരിക്കത്തക്കതല്ല. നമ്മൾ ഈ കമ്പനിക്ക് ആകെ 50% ടോളിന് അർഹതയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ കേസ് വിളിച്ചപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് 50% ടോളിന് അവർക്ക് അർഹതയുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ടോൾ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ തന്നെ. പക്ഷെ ഇപ്പോൾ ടോൾ പുനഃസ്ഥാപിക്കുന്ന ഒരു അവസ്ഥയും ഇല്ല. എന്താ കാരണം വെച്ചാൽ സർവീസ് റോഡ് ഇടിയാണ്. തീർച്ചയായും ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ കാര്യം തന്നെയാണ് കോടതി എടുത്തു ചോദിക്കുന്നത്. കാരണം നിരന്തരം ഉണ്ടാകുന്ന അപകടങ്ങൾ അത് വലിയ തരത്തിൽ തന്നെയാണ് ഈ ഒരു ടോൾ പ്ലാസ മാത്രമല്ല അവിടുത്തെ ജനജീവിതത്തെയും ബാധിക്കുന്നത്. ഒരു കാര്യം കൂടെ ഇപ്പോൾ ഒരു ആശങ്കയായി മാറുന്ന ഒരു കാര്യമെന്നാൽ വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുകയാണ്. അപ്പോഴേക്കും ഈ ഒരു റോഡിന്റെ പണി അതിവേഗത്തിൽ കരാർ കമ്പനി നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. അതിന്റെ ക്വാളിറ്റി, അതിൽ എത്രത്തോളം വിശ്വാസത്തെ നമുക്ക് വെക്കാൻ പറ്റും? സത്യം പറഞ്ഞ ഈ സർവീസ് റോഡ് BMBC വർക്കൊന്നല്ല ചെയ്തിട്ടുള്ള സർവീസ് റോഡൊക്കെ വെറും 2 ഇഞ്ച് കല്ലിട്ട് നിരത്തിയുള്ള സർവീസ് റോഡുകളാണ്. അതിലൊന്നും ഈ വലിയ ടണ്ണേജുള്ള വണ്ടികൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ VUPകൾ പണി നടക്കുന്നതിന് മുമ്പ് ആ സർവീസ് റോഡൊക്കെ ബലപ്പെടുത്തേണ്ടതായിരുന്നു, BMBC ചെയ്യേണ്ടായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് ഒരൊറ്റ പ്രതിബദ്ധത ഉള്ളത് ടോൾ പിരിക്കുക എന്ന് മാത്രമുള്ള യാത്രക്കാരോടോ ജനങ്ങളോടോ ഒരു പ്രതിബദ്ധത ഇല്ലാത്ത കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിയാണ് ഇവിടെ നടന്നത്. ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ച് കരാറുകാരെ താല്പര്യം സംരക്ഷിക്കാൻ മാത്രം അവർക്ക് ലക്ഷ്യമുള്ളൂ, അല്ലാതെ വേറെ ഒരു താല്പര്യങ്ങളും ഇല്ല. അല്ലാതെ ഇവർക്ക് ഈ റോഡിന്റെ മെയിൻ്റെനൻസിന്റെ, അതായത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളോ ഒന്നും ഇവർക്ക് വിഷയമല്ല. ഇവരിപ്പോ 2 ദിവസം കൊണ്ട് ആ ഗർത്തമുണ്ടായ ഭാഗത്തെ സർവീസ് കൊണ്ട് ഭാഗത്ത് കുറച്ച് മണൽച്ചാക്ക് കട്ടിട്ട് വയ്ക്കുക, അത്ര മാത്രം. അല്ലാതെ വേറെ ഒരു ജനങ്ങളോട് യാത്രക്കാരോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു സ്ഥാപനമായി ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും. ഈ ബദൽ റോഡ് നിർമ്മിക്കുക അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി അവിടുത്തെ ഗതാഗത തടസ്സം അല്ലെങ്കിൽ ഗതാഗത കുരുക്ക് നീക്കാൻ ഒരു മാർഗം, പക്ഷേ അതിപ്പോൾ ഏറ്റവും കൂടുതൽ പണി കൂടുതലാക്കി കൊടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? സുരക്ഷിതമായി അതിലൊരു യാത്രക്കാരന് പോകാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. പക്ഷേ ഇനി അത് സംശയമില്ല. സുരക്ഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു സർവീസ് റോഡ് ഒരിക്കലും BMBC അല്ല ചെയ്തിട്ടുള്ള. സാധാരണ കല്ലിട്ട് 2 ഇഞ്ചിന്റെ പണിയെ ചെയ്തിട്ടുള്ള. ആ തന്നെ ഈ സർവീസ് കൊണ്ട് അടുത്താണ് ഈ വലിയ കാന കോരുന്നത്. അപ്പൊ ഈ കാന കോരുമ്പോ ഇതിന്റെ ഉള്ളിൽ കൂടെ വലിയ ഹെവി വെഹിക്കിൾസ് ആണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് സർവീസ് റോഡ് ഇടിയും. അതിന് ഒരു മുൻകരുതലും ഒന്നുമില്ല. അവര് കുറച്ച് ബംഗാളികളെ കൊണ്ടുവന്നിട്ട് ഇത് തട്ടിക്കൂട്ട് പണിയാണ് ചെയ്യുന്നത്.
ഈ ടോൾ പിരിവ് അതുമായി മാത്രം ബന്ധപ്പെട്ടല്ല, ഈ ഒരു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കരാർ കമ്പനികൾ പല മേഖലകളിലും വിവിധ കമ്പനികളാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അത്തരത്തിൽ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് റോഡുകൾ നിർമ്മിക്കാൻ നൽകുന്നു. ഇതിലൊരു വ്യവസ്ഥയും വെല്ലുമില്ല. ഒരു പണി പൂർത്തീകരിക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു വാല്യൂ, അല്ലെങ്കിൽ അതിന് എത്രത്തോളം അതിൻ്റെ ഒരു എത്ര കാലവർഷം അതുപോലും ചിന്തിക്കുന്നില്ല. ഇന്നുണ്ടാക്കിയാൽ നാളെ ചിലപ്പോൾ ആ റോഡ് കാണില്ല, തകർന്നു പോകുന്ന ഒരു അവസ്ഥ തന്നെയല്ലേ പല ഭാഗങ്ങളിലും കാണുന്നതും. അതായത് ഈ ദേശീയപാത അതോറിറ്റി ഇപ്പൊ ഈ മണ്ണുത്തി എടപ്പള്ളി റോഡിന്റെ 20% വർക്ക് അതേ കമ്പനി തന്നെ വർക്ക് ചെയ്യണം എന്നാണ് ശരിക്കും ആ കരാറിൽ പറയുന്നത്. 20% ചേഞ്ച് ഓഫ് സ്കോപ്പ്. പക്ഷെ ഇത് ആ 20% വർക്ക് വരുമ്പോ ഇവര് വേറെ കമ്പനീനെ ഏൽപ്പിക്കണേ. PST എന്ന് പറഞ്ഞ കമ്പനീനെ ഏൽപ്പിച്ചത്. PST എന്ന് പറഞ്ഞ തമിഴ്നാട്ടില് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനീനെയാണ് ഏൽപ്പിക്കണേ. അപ്പൊ PST കരാർ കമ്പനി പറയുന്നു ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. PST ആണെങ്കിൽ പണി നടത്തണമില്ല. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ദേശീയപാതയിലെ ഉദ്യോഗസ്ഥന്മാർ, ദേശീയപാത അതോറിറ്റിയിലെ വളരെയധികം കറപ്റ്റഡ് ആയ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ പ്രസ്ഥാനത്തില്. അവരാണ് ഇതിന് കുഴപ്പമുണ്ടാക്കുന്നത്. ഈ ദേശീയപാത അതോറിറ്റി നല്ലൊരു സ്ഥാപനമാണെങ്കിൽ ഇവരെ നിയന്ത്രിക്കാനും ഇവർക്ക് കർശന നിർദ്ദേശം കൊടുക്കാനും തയ്യാറാവണം. അതായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ടോൾ കൊടുത്ത് ഗതാഗതം ചെയ്യുമ്പോൾ അതിന് സൗകര്യപരമായ അല്ലെങ്കിൽ സുരക്ഷിതമായി അല്ലെങ്കിൽ വളരെ വേഗത്തിൽ യാത്ര ചെയ്യാനുള്ള ഗതാഗത സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണ്. അത് ഈ മണ്ണുത്തി എടപ്പള്ളിയിലോ അല്ലെങ്കിൽ മണ്ണുത്തി വടക്കഞ്ചേരിയിലോ ഇല്ലാത്ത അവസ്ഥയാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഷാജി അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.